അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സത്യവിശ്വാസികളെ, പരിശുദ്ധ റമദാൻ അതിൻ്റെ ഏറ്റവും പവിത്രമായ അവസാന പത്തിലെ പുണ്യമാക്കപ്പെട്ട രാത്രികളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അവസാന പത്തിലെ ഒറ്റയിട്ട രാവുകളിൽ നിങ്ങൾ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുക എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച 25, 27, 29 രാവുകളിനി നമ്മിലേക്ക് മുന്നിട്ട് വരികയാണ്. ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളിലും ചെയ്തു പോയ തെറ്റുകളെയോർത്ത് അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുക, അതിനെക്കുറിച്ചാണ് തൗബ എന്ന് പറയുന്നത്. മിക്ക ആളുകളും ഒരു വർഷത്തിൽ റമദാൻ മാസത്തിലാണ് പ്രധാനമായും തൗബ ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കാറുള്ളത്. ആ മാസത്തിന്റെ പവിത്രത പരിഗണിച്ചുകൊണ്ടും ഈ മാസത്തിൽ ചെയ്യുമ്പോൾ തീർച്ചയായും അല്ലാഹു തആല സ്വീകരിക്കും എന്നുള്ള ഒരു ബോധ്യവും ഉള്ളത് കൊണ്ടുമാവാം അധിക ആളുകളും അങ്ങനെ ചെയ്യുന്നത്. തൗബ എന്താണ്? ഒരു മനുഷ്യൻ അവന്റെ ഹൃദയം അള്ളാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ചെയ്തു പോയ ദോഷത്തിന്റെ മേൽ ഖേദിച്ചു മടങ്ങുക. ഈ തൗബക്ക് നിബന്ധനകളുണ്ട്. 1, ആത്മാർത്ഥമായി ചെയ്ത പാപത്തെക്കുറിച്ച് ഖേദിക്കുന്നവനാകുക. 2, ദോഷങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുക. 3, ഇനി ദോഷങ്ങളിലേക്ക് മടങ്ങുകയില്ല എന്ന് മനസ്സിൽ ഉറപ്പിക്കുക. 4, മനുഷ്യരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങൾ, എന്തെങ്കിലുമൊക്കെ ബാധ്യതകൾ ഉണ്ടെങ്കിൽ അതൊക്കെ തീർക്കുക. അതിനുശേഷം അള്ളാഹുവിന്റെ മുമ്പിൽ കൈനീട്ടുക. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു ഹദീസ്, കുല്ലു ബനി ആദമ ഖത്താഊൻ വഖൈറുൽ ഖത്താഈന അത്തവ്വാബൂൻ. എല്ലാ മനുഷ്യരും തെറ്റ് ചെയ്യുന്നവരാണ്. സാഹചര്യത്തിന്റെ സമ്മർദ്ദങ്ങൾ കടിമപ്പെട്ടുകൊണ്ട് മനുഷ്യരായി ജനിച്ചവരെല്ലാം തെറ്റ് ചെയ്യും. എന്നാൽ വഖൈറുൽ ഖത്താഈന അത്തവ്വാബൂൻ, ചെയ്ത തെറ്റിനെ ഓർത്ത് ഖേദിച്ചു മടങ്ങുന്നവരാണ് അവരിൽ ഏറ്റവും നല്ലവർ എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ നാമൊക്കെ അറിഞ്ഞും അറിയാതെയും അനവധി തെറ്റുകൾ ചെയ്യുന്നവരാണ്. തൗബ ചെയ്യേണ്ടത് അനിവാര്യമാണ്. പ്രത്യേകിച്ചും ഈ പരിശുദ്ധമായിരിക്കുന്ന ലൈലത്തുൽ ഖദ്റിന്റെയൊക്കെ രാത്രി പ്രത്യേകമായി ശ്രദ്ധിക്കുക. ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിലെ പുണ്യം തടയപ്പെടുന്ന ആളുകൾ, അവരെക്കുറിച്ച് ഹദീസിൽ പറഞ്ഞത് സ്ഥിരമായി മദ്യപിക്കുന്ന ആളുകൾ, മുദ്മിനുൽ ഖംർ, അതായത് മദ്യത്തിൽ ആറാടുന്ന ആളുകൾ, പിന്നെയോ അയൽവാസിയുമായി അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവരുമായി പിണങ്ങി നിൽക്കുന്ന ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളുടെയൊന്നും പ്രാർത്ഥനയോ തൗബയോ പടച്ച തമ്പുരാൻ സ്വീകരിക്കുകയില്ല എന്നും അവർക്ക് ലൈലത്തുൽ ഖദ്റിന്റെ പുണ്യം തടയപ്പെടും എന്നുകൂടി ഹദീസ് വചനങ്ങൾ പഠിപ്പിക്കുമ്പോൾ തൗബ ചെയ്യാൻ ഒരുങ്ങുന്ന നാം ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, മറ്റുള്ളവരുമായുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്തുകൊണ്ട് നിഷ്കളങ്ക ഹൃദയത്തോടു കൂടിയാണ് റബ്ബിന് മുമ്പിലേക്ക് നമ്മുടെ തൗബയുടെ അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നുണർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. ഈ ജീവിതത്തിനിടക്ക് ഒരിക്കലെങ്കിലും പടച്ച തമ്പുരാനെ ഓർത്തുകൊണ്ട് നമ്മുടെ കണ്ണിൽ നിന്ന് ഒരിറ്റ് കണ്ണുനീര് വീണതായി ഓർക്കുന്നുണ്ടോ? ഒരിക്കലെങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നാം വിജയിച്ചു. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഹുർരിമത് അലന്നാരി ഐനുൻ ബക്കത് മിൻ ഖശിയത്തില്ലാഹ്. അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് കരഞ്ഞ ഒരു കണ്ണ്, ആ കണ്ണ് നരകത്തിന്റെ മേലിൽ ഹറാമാണ്. അതായത് അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞാൽ, അങ്ങനെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കരഞ്ഞതിന്റെ പേരിൽ അവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകിയാൽ ആ കാരണം കൊണ്ടവൻ സ്വർഗാവകാശിയാണ്. നിരവധി ഹദീസുകൾ, 1, 2 അല്ല, നിരവധി ഹദീസുകൾ. അള്ളാഹുവിനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 തുള്ളികൾ ഏതാണ് എന്ന് പറയുന്ന ഹദീസിൽ ആദ്യമായി തന്നെ എണ്ണുന്നത്, ഒരു മനുഷ്യൻ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് കരഞ്ഞിട്ട് കണ്ണിൽ നിന്നും ഉതിർന്ന കണ്ണുനീർ തുള്ളിയ അതിന് ശേഷമാണ് പറയുന്നത്, അല്ലെങ്കിൽ അതിനോടൊപ്പം ചേർത്താണ് പറയുന്നത്, യുദ്ധത്തിൽ ശത്രുവിന്റെ വെട്ടേറ്റ് മനുഷ്യന്റെ ശരീരത്തിൽ നിന്നും ഉതിരുന്ന രക്തത്തുള്ളി, ആ തുള്ളിയോളം പവിത്രമാണ്, അല്ലെങ്കിൽ അതിനേക്കാൾ പവിത്രമാണ് റബ്ബിനെ ഓർത്ത് കരയുന്ന ഒരു മനുഷ്യന്റെ കണ്ണുനീരിന്റെ വില. പരിശുദ്ധ ഖുർആനിൽ മുഅ്മിനീങ്ങളെ പുകഴ്ത്തിക്കൊണ്ട് പറയുന്ന ഒരു സ്ഥലത്ത് വിശദമായി വിശദീകരിക്കുന്നത് കാണാം.
വയഖിറൂന ലിൽ അദ്ഖാനി സുജ്ജദൻ വഹും യബ്കൂൻ. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട്, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ ഓർത്തുകൊണ്ട് അത് വായിക്കുമ്പോൾ, അത് പഠിക്കുമ്പോൾ, അത് മനസ്സിലാക്കുമ്പോൾ അവരെന്ത് ചെയ്യും? സുജൂദിലേക്ക് വീഴുന്നവരാണ്. വഹും യബ്കൂൻ, കരയുന്നവരായിട്ട്. ഇപ്പൊ കരയുക എന്നുള്ളത് വളരെയധികം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. ആത്മാർത്ഥമായ ഹൃദയത്തിൽ നിന്നും ഉറ്റ് വീഴുന്ന ഒരു തുള്ളി കണ്ണുനീരിന് നമ്മുടെ മുൻകഴിഞ്ഞ പാപങ്ങളെയെല്ലാം അലിയിച്ച് കളയാനുള്ള പവിത്രതയുണ്ട്, അതിനുള്ള കഴിവുണ്ട്, പവറുണ്ട് എന്ന് പറയപ്പെടുമ്പോൾ ഓർക്കുക, ഈ പുണ്യദിനരാത്രങ്ങളിൽ ഒരിക്കലെങ്കിലും അള്ളാഹുവിനെ ഓർത്തൊന്ന് കരയാൻ ഇത്തിരി സമയം കണ്ടെത്തുക. മഹാനായ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പുണ്യ നബിയോട് വന്നുകൊണ്ട് മൻ നജാത്തു യാ റസൂലല്ലാ, അള്ളാഹുവിന്റെ പ്രവാചകരെ, എനിക്ക് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണെന്ന് ചോദിച്ചപ്പോൾ 3 കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതിൽ അവസാനം പുണ്യ റസൂൽ പറഞ്ഞത് ഇബ്കി അലാ ഖതീഅതിക, നീ ചെയ്ത പാപങ്ങളെ ഓർത്ത് നീ കരയണം എന്ന, പാപങ്ങളെ ഓർത്ത് കണ്ണുനീർ വാർക്കണം എന്ന്. മഹ്ശറ വൻസഭയിൽ അർശിന്റെ തണൽ നൽകപ്പെടുന്ന 7 വിഭാഗം ആളുകളുടെ കൂട്ടത്തിൽ ഒരു വിഭാഗമായി പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണി പറഞ്ഞത് റജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാദത് ഐനാഹ്, അള്ളാഹുവിനെ ഒഴിഞ്ഞിരുന്ന് ഓർത്തുകൊണ്ട് കണ്ണുനീർ വാർത്ത ഒരു മനുഷ്യൻ, അവനും നാളെ അർശിന്റെ തണൽ ലഭിക്കും. ഇങ്ങനെ എണ്ണി പറയാൻ മാത്രം കഴിയാത്തത്ര ഹദീസുകൾ, അത്രമേൽ പുണ്യമാണ് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഉതിർന്നു വീഴുന്ന ഒരിറ്റ് കണ്ണുനീരിന്. ഈ പുണ്യദിനരാത്രങ്ങളിൽ കണ്ണുനീർ കൊണ്ട് നമ്മുടെ പാപങ്ങളൊക്കെ കഴുകാൻ, അങ്ങനെ ലൈലത്തുൽ ഖദ്റിന്റെ പുണ്യം നേടാൻ, അതിലൂടെ ജീവിതം ധന്യമാക്കാൻ സർവശക്തൻ നാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനകളിൽ മറക്കരുത് എന്ന വസിയത്തോടെ വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.